കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുവാനുമായ യേശുവിനെ നോക്കുക. അപ്പോൾ യേശുവിനെ നോക്കുക, അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ലുക്കിംഗ് അൺടു ജീസസ്. യേശുവിനെ നോക്കി ഓടുവാൻ പറയുന്നു. ഇവിടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടത്തോടും വിശ്വാസിയെ ഒരു ഓട്ടക്കാരനോടും ഉപമിച്ചുകൊണ്ടാണ് പറയുന്നത് യേശുവിനെ നോക്കി ഓടുവാൻ. നമുക്കറിയാം, മനുഷ്യവർഗത്തിൻ്റെ രക്ഷിതാവായി തീരുവാൻ വേണ്ടി ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യവേഷമെടുത്ത് ഒരു പൂർണ്ണ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. എല്ലാ തരത്തിലും കർത്താവ് ആയ യേശു ഒരു പൂർണ്ണ മനുഷ്യനായിട്ടാണ് ഈ ലോകത്തിൽ ജീവിച്ചത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകയാൽ അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരൊക്കെയും വിടുവിച്ചു എന്ന്. മനുഷ്യവർഗത്തിൻ്റെ വേഷത്തിൽ, മനുഷ്യ സാദൃശ്യത്തിൽ ദൈവപുത്രനായ ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. നമ്മളെ വിടുവിക്കുവാൻ വേണ്ടി, നമ്മുടെ ആത്മീയ മരണത്തിൽ നിന്നും നമ്മുടെ ശാരീരിക മരണത്തിൽ നിന്നും നമുക്കൊരു ഉയർപ്പ് ലഭിക്കുവാൻ വേണ്ടി കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. എല്ലാ തരത്തിലും കർത്താവ് മനുഷ്യനോട് സദൃശനായി തീർന്നു. ഒരു സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്ത് യേശു ജനിച്ചു. അന്ന് ഇസ്രയേലിൽ സാധാരണ ആൾക്കാർക്കുള്ള പേരായിരുന്നു യേശു. ആ മനുഷ്യൻ്റെ ഒരു പേര് ദൈവപുത്രനെ അവിടെ ഇട്ടു. മനുഷ്യൻ്റെ എല്ലാ നിയമങ്ങൾക്കും അതീതനായിട്ടാണ് യേശു ഈ ലോകത്ത് വളർന്നത്. അപ്പോൾ ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് തന്നെ യേശു ഈ ലോകത്തിൽ ജീവിച്ചു. ദൈവവചനം പറയുന്നത്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവനോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന്. അപ്പോൾ ശരീരവും മനസ്സും ആത്മാവുള്ള വ്യക്തിയായി 33.5 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചു. സാധാരണ ആൾക്കാർ ജനിച്ച് മരിക്കുന്നത് പോലെ തന്നെ യേശുവും മരിച്ചു. അങ്ങനെ ഒരു പൂർണ്ണ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്ന ആ യേശുവിനെ നോക്കിക്കൊണ്ട് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാനാണ് എബ്രായ ലേഖന കർത്താവ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യത്തെ വാക്യത്തിനകത്ത് വായിച്ചത്, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നാണ്. അപ്പോൾ സാക്ഷികളുടെ ഒരു കൂട്ടത്തെ പറ്റി 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവരെങ്ങനെ അവരുടെ വിശ്വാസ ജീവിതത്തിൽ ജീവിച്ചു, വിശ്വാസത്തിൽ അവർ പോരാടി, അവരുടെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ അവിടെ വിവരിച്ചിട്ട്, ഇങ്ങനെ ഒരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ഈ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുവാൻ പറയുകയാണ്. എന്നാൽ അവരെ നോക്കി നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാനല്ല പറയുന്നത്. അവരുടെ ജീവിതമൊക്കെ നമ്മുടെ ജീവിതത്തിന് നല്ല ഓട്ടം ഓടി തികച്ചവരുടെ ജീവിതം, ഭക്തന്മാരുടെ ജീവിതമൊക്കെ നമുക്ക് ഇൻസ്പിറേഷൻ തരുന്നതാണ്. എന്നാൽ അവരെ ഒന്നും ഈ 11-ാം അധ്യായത്തിൽ പരാമർശിച്ചിട്ടുള്ള വിശ്വാസ വീരന്മാരെ ഒന്ന് നോക്കി ഓടുവാനല്ല ഇവിടെ എബ്രായ ലേഖന കർത്താവ് പരിശുദ്ധാത്മാവിനാൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്കൊരു ഓട്ടമുണ്ട്. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെ നോക്കി ഓടണം, ആരെ നോക്കിയാണ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്? മനുഷ്യനായി ലോകത്തിൽ വന്ന് ഒരു മനുഷ്യനെ പോലെ, പൂർണ്ണ മനുഷ്യനെ പോലെ ജീവിച്ച യേശുവിനെ നോക്കി
ജീവിക്കുവാൻ, സകല മാനുഷ്യ നിയമങ്ങൾക്കും കീഴ്പ്പെട്ട് ഒരു പൂർണ്ണ മനുഷ്യനായി ജീവിച്ച യേശുവിനെ നോക്കി ജീവിക്കുവാനാണ് ഇവിടെ പറയുന്നത്. ക്രിസ്ത്യ ഓട്ടം ഓടുവാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ യേശുവിനെ നോക്കി ഓടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിനെ നോക്കി നിങ്ങൾ ജീവിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് നോക്കുമ്പോൾ ദൈവവചനത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തന്ന നമ്മുടെ കർത്താവ് ഒരു മനുഷ്യനായി ഈ ലോകത്ത് ജീവിച്ചപ്പോൾ കർത്താവ് എന്ത് സംസാരിച്ചു, കർത്താവ് എന്ത് പ്രവർത്തിച്ചു, കർത്താവ് എങ്ങനെ തൻ്റെ വളർന്ന സാഹചര്യത്തോട് കർത്താവ് എങ്ങനെ പ്രതികരിച്ചു, പിതാവായ ദൈവവുമായിട്ടുള്ള കർത്താവിൻ്റെ ബന്ധം എങ്ങനെയായിരുന്നു, മനുഷ്യരോട് ദൈവം എങ്ങനെയാണ് ഇടപെട്ടത്, മനുഷ്യരുടെ ആവശ്യങ്ങളുടെ മുഖത്തെ കർത്താവ് എങ്ങനെയാണ് അവരെ കൺസേൺ ചെയ്തത്, ഇതെല്ലാം നാം മനസ്സിലാക്കി ആ ജീവിതത്തെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് യേശുവിനെ നോക്കി ഒരു മനുഷ്യനായി ലോകത്ത് ജീവിച്ച യേശുവിനെ നോക്കി നാം ഓടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നല്ല ആൾക്കാർ, നല്ല ജീവിതം നയിച്ചവരുടെ ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിലും ദൈവവചനം പറയുന്നത് നമ്മൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ നയിക്കേണ്ടത് നാം യേശുവിനെ നോക്കിക്കൊണ്ടാണ് നയിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അങ്ങനെ പറയുവാൻ കാരണം? എബ്രായ ലേഖനം ഈ 12-ാം അധ്യായത്തിൽ നമ്മൾ 1-2 വാക്യത്തിൽ വായിച്ച കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഓടുവാൻ പറയുന്നതിൻ്റെ കാര്യം, ഒന്നാമത്തെ കാര്യം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്നാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ, അതായത് യേശു ആണ് വിശ്വാസത്തിൻ്റെ നായകൻ. ഹീ ഈസ് ദ ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസം നമ്മുടെ ഉള്ളത്തിൽ വരുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ തുറന്നത് കർത്താവാണ്. നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ കൊണ്ടുപോകുന്നത് കർത്താവാണ്. അവസാനം വരെ നമ്മളെ വിശ്വാസത്തിൽ നിലനിർത്തുന്നതും കർത്താവാണ്. ആ കർത്താവാണ് വിശ്വാസത്തിൻ്റെ ഒരു മെഷർ നമ്മുടെ ഉള്ളത്തിൽ തന്നത്. അതുകൊണ്ടാണ് നാം കർത്താവിനെ വിശ്വസിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ നായകൻ കർത്താവാണ്. നമുക്ക് യൂദയുടെ ലേഖനം 24-25 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മളെ അവസാനം വരെയും നമുക്ക് വിശ്വാസത്തിൻ്റെ ഒരു വിത്ത് നമ്മുടെ ഉള്ളത്തിൽ തന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളെ സഹായിച്ച് നമ്മളെ വീഴാതെ വണ്ണം അവസാനം വരെ വിശ്വാസത്തിൽ നിലനിർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ട് എത്തിക്കുന്നത് യേശുവാണ് എന്നാണ്. അതാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ് യേശുവെന്ന്. അപ്പോൾ യൂദയുടെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന്. അതുകൊണ്ട് അങ്ങനെ നമ്മളെ വിശ്വാസത്തിൽ നിലനിർത്തി ദൈവസന്നിധിയിൽ കൊണ്ട് എത്തിക്കുവാൻ യേശുവിന് കഴിയുന്നത് കൊണ്ടാണ് യേശുവിനെ നോക്കി ഓടുവാൻ ഇവിടെ പറഞ്ഞത്. തൻ്റെ ഓട്ടം പൂർണ്ണമായി ജയിച്ച് ഈ ലോകത്തിൽ ജീവിച്ച് ജയിച്ചവനാണ് യേശു. ആ യേശുവിനെ നോക്കി അതുകൊണ്ടാണ് ഓടുവാൻ ഇവിടെ പറയുന്നത്. രണ്ടാമതായിട്ട് യേശുവിനെ നോക്കി ഓടുവാൻ പറയുന്നതിൻ്റെ കാരണം, ഈ ലോകത്ത് യേശു ജീവിച്ചപ്പോൾ തനിക്കുണ്ടായിരുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ, ആ അപമാനമുണ്ടായപ്പോൾ അതിനെല്ലാം അലക്ഷ്യമാക്കിക്കൊണ്ട് ആ കഷ്ടത്തെ സഹിച്ച കർത്താവിനെയാണ് നാം നോക്കുവാൻ ഇവിടെ പറയുന്നത്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്കുണ്ട്, യേശുവിനും ഉണ്ടായിരുന്നു. ഈ ലോകത്തിൻ്റെ പാപത്തെ ക്രൂശ് ചുമക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ അപമാനം സഹിച്ചവനാണ്. എന്നാൽ അതിനെല്ലാം അലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ച് ജയിച്ച വ്യക്തിയാണ് യേശു. അതുകൊണ്ട് നമ്മളെയും അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മളെയും ശക്തിപ്പെടുത്തുവാൻ കഴിവുള്ളവനാകൊണ്ട് യേശുവിനെ നോക്കി ഓടുവാനാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് ഒരു മാതൃകാ ജീവിതം നയിക്കുക മാത്രമല്ല ചെയ്തത്, നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിച്ച്, വിശ്വാസത്തിൽ കൂടി നമ്മളെ രക്ഷിച്ച്
ആ വിശ്വാസത്തിൽ നമ്മളെ നിലനിർത്തിയും വിശ്വാസ ജീവിതത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തിയും അവസാനം വരെയും നമ്മളെ കൊണ്ടുപോകുവാൻ കഴിവുള്ളവനാണ് യേശു. കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ തൻ്റെ ബാല്യകാലം മുതൽ ക്രൂശാരോഹണം വരെയുള്ള കാലയളവിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കർത്താവിൻ്റെ മാതൃകയാക്കാമെന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവിന് നമുക്ക് മാതൃകയാക്കാം. എന്നാൽ ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാമെന്ന് വിചാരിക്കുന്നു. ഒന്നാമതായിട്ട് യേശുവിൻ്റെ ബാല്യകാലത്തെ പറ്റി പറയുമ്പോൾ യേശു തൻ്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്ന് പറയുന്നു. തൻ്റെ മാതാപിതാക്കൾക്ക് കർത്താവ് കീഴടങ്ങിയാണ് താൻ ആരാണെന്ന് തനിക്ക് അറിയാമായിരുന്നു. എന്നാൽ ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തൻ്റെ മാതാപിതാക്കൾക്ക് ഈ ലോകത്തിലെ തൻ്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിച്ചു. എന്നാൽ നമുക്കറിയാം ജോസഫ് അവർ യേശുവിൻ്റെ മാതാപിതാക്കൾ, ഈ ലോകത്തിലെ മാതാപിതാക്കൾ ദരിദ്രരായിരുന്നു. ജോസഫ് ഒരു തച്ചനായിരുന്നു. എന്നാൽ അവർക്ക് കീഴടങ്ങി ജീവിച്ചു. ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു മാതൃകാപരമായ ജീവിതമാണ് യേശു അന്ന് കാഴ്ചവെച്ചത്. യേശുവിൻ്റെ ബാല്യകാലത്തെ പറ്റി അധികമൊന്നും ദൈവവചനത്തിൽ പറയുന്നില്ല. 12-ാമത്തെ വയസ്സിൽ ആലയത്തിൽ പോയ കാര്യം പറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷം പബ്ലിക് മിനിസ്ട്രിയിലേക്ക് കയറുന്ന 30-ാമത്തെ വയസ്സിലുള്ള കാര്യം തൊട്ടാണ് ദൈവവചനത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. എന്നാൽ ആ കാലയളവ്, ഇടയ്ക്കുള്ള കാലയളവെന്ന് പറയുന്നത് തെറ്റിപ്പോകാവുന്ന ഒരു കാലയളവാണ്. എന്നാൽ നമുക്ക് അങ്ങനെ ഒരു നാളും വന്നില്ല എന്ന് നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ യേശുവിനെ പറ്റി പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ സ്നാന സമയത്ത് പിതാവായ ദൈവം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് പറയുന്നു. അപ്പോൾ ആ കാലയളവെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മാതാപിതാക്കളെ അനുസരിച്ച് അവർക്ക് കീഴടങ്ങിയും ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള ഒരു ജീവിതമായിരുന്നുവെന്ന് പിതാവായ ദൈവത്തിൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. കർത്താവ് ഇങ്ങനെ കീഴടങ്ങി ജീവിച്ചു. ഈ ജോസഫ് നേരത്തെ മരിച്ചെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ യേശു ഒരു തച്ചൻ്റെ പണി ചെയ്ത് ആ ഭവനത്തെ സഹായിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ യേശു അത് നല്ലൊരു തൻ്റെ ബാല്യകാലം തന്നെ ഒരു മാതൃകാപരമായത് ജീവിച്ചത് അത് നമുക്കും പിന്തുടരാം. അവിടെ പിതാവായ ദൈവം സാക്ഷ്യം പറയുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നുവെന്ന്. കർത്താവിൽ പ്രസാദിച്ചു പിതാവായ ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പറയുന്നത്, ദൈവവചനം മലാഖി പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവിടെ പറയുന്നത്, ആകിയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിപ്പീനെന്ന്. ദൈവം നമ്മളോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിപ്പീനെന്ന് പറയുന്നു. വേറൊരു ഭാഗത്ത് എബ്രായ ലേഖനം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുകയില്ല എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതം കുഞ്ഞുങ്ങൾക്ക്, യേശുവിൻ്റെ ബാല്യകാല ജീവിതം കുഞ്ഞുങ്ങൾക്കൊരു മാതൃക തന്നെയല്ല. പിതാവായ ദൈവത്തിൻ്റെ സാക്ഷ്യത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ കാലങ്ങളിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ച ഒരു കാലയളവായിരുന്നു. അതുകൊണ്ട് നമുക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം നമുക്ക് ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിത്തീരാം. ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ എന്നിൽ പ്രസാദിച്ചതുകൊണ്ട് അവൻ എന്നെ വിടുവിച്ചു എന്ന്. യഹോവ എന്നിൽ പ്രസാദിച്ചതുകൊണ്ട് അവൻ എന്നെ വിടുവിച്ചു എന്ന്. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കർത്താവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ കർത്താവ് അവിടെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് എന്ന്. ദൈവപുത്രനായ യേശു ഈ ലോകത്തിലായിരിക്കുമ്പോൾ പൂർണ്ണമായ ഒരു മനുഷ്യനായി ജീവിച്ചെങ്കിലും കർത്താവിനൊരു പൂർണ്ണ മനുഷ്യനായതുകൊണ്ട് ഒരു ഫ്രീ വില്ലുണ്ടായിരുന്നു. എന്നാൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് യേശു ഇഷ്ടപ്പെട്ടത്. അതാണ് നമ്മളിവിടെ വായിച്ചത്. ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കി ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നുവെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി പ്രവർത്തിച്ച യേശുവിനെ നോക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം നാം എങ്ങനെയാണ് അറിയുന്നത്?
ദൈവത്തിൻ്റെ ഹിതം നാം മറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ്. ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള പർപ്പസ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ്. അപ്പോൾ ആ വചനം നമ്മൾ അനുസരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിത്തീരും. കർത്താവായ യേശു ഗത്സമന തോട്ടത്തിൽ വെച്ച് തൻ്റെ ക്രൂശാരോഹണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് അവിടെ പറയുന്നുണ്ട്, ദൈവമേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്നവിടെ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യത്തിൽ. അപ്പോൾ തൻ്റെ ഇഷ്ടം അവിടെ പറഞ്ഞു. എന്നിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്ന യേശുവിനെയാണ് നാം അവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കിത് മാതൃകയാക്കാം. നമ്മുടെ ഇഷ്ടം, നമുക്ക് പല ഇഷ്ടങ്ങൾ കാണും. ആ ഇഷ്ടം ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് സമർപ്പിക്കാനുള്ള അവകാശമാണ് ഉണ്ട്. എന്നാലും ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. കാരണം ദൈവത്തിൻ്റെ യെശയ്യാപ്രവചനം 46-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും അവൻ അറിയാം. എൻ്റെ ഒരു വിഷയത്തിൽ എൻ്റെ ഇഷ്ടം സമർപ്പിക്കുമ്പോൾ എനിക്ക് ഒരിക്കൽ ഒരുപക്ഷെ ആ ദിവസത്തെ അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ കാര്യം മാത്രമേ അറിയുകയുള്ളൂ. അതിൻ്റെ ഭാവിയിൽ എന്ത് സംഭവിക്കുന്നുള്ളത് എനിക്കറിയത്തില്ല. എന്നാൽ എൻ്റെ ദൈവത്തിനതറിയാം. എനിക്ക് എന്താണ് ആ വിഷയം വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമുള്ളത്, അതെങ്ങനെയായി തീരുമെന്നുള്ളത് ദൈവത്തിനറിയാം. അതുകൊണ്ട് എപ്പോഴും ദൈവത്തിൻ്റെ ഹിതത്തിലാണ് അനുഗ്രഹമുള്ളത്, ദൈവത്തിൻ്റെ ഹിതത്തിലാണ് സമാധാനമുള്ളത്. ദൈവത്തിൻ്റെ ഹിതമെന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്തും പ്രതികൂലങ്ങളും പ്രയാസങ്ങളൊക്കെ കാണുമായിരിക്കും. എന്നാൽ അത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം ആ സാഹചര്യങ്ങളിൽ ദൈവം നമ്മുടെ കരങ്ങളിൽ പിടിച്ച് നമ്മളെ നടത്തിക്കൊള്ളും. അതുകൊണ്ട് പുത്രനായ യേശു ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം അതൊരു മാതൃകയാക്കി, ദൈവമേ, നിൻ്റെ ഹിതം എന്നെ അറിയിക്കണമേ, നിൻ്റെ ഇഷ്ടം ഞാൻ ചെയ്യാൻ പ്രിയപ്പെടുന്നു കർത്താവേ, ഇതിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അവിടുത്തെ ആലോചന എനിക്ക് പറഞ്ഞ് അവിടുത്തെ സത്യത്തിൽ എന്നെ നടത്തണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാം യേശുവിനെ നോക്കിയാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് പോകുന്നത്. അടുത്തതായിട്ട് കർത്താവ് ആത്മാവിനാൽ നിറഞ്ഞ്, ദൈവപുത്രനാണെങ്കിലും യേശുവിന് മനുഷ്യനായതുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞിരുന്നു. കർത്താവിൻ്റെ സ്നാന സമയത്ത് സ്നാനം കഴിഞ്ഞിട്ട് ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ ആത്മാവിനാൽ നിറഞ്ഞവനായി എന്ന്, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തിയെന്ന്. പിന്നെ ആ 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആത്മാവിൻ്റെ ശക്തിയോടെ അവൻ ഗലീലയിലേക്ക് പുറപ്പെട്ടു, അവൻ്റെ പരിശുദ്ധ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറപ്പെട്ടു എന്ന് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നാം പരിശുദ്ധാത്മാവിൽ യേശുവിന് നിറയണമായിരുന്നെങ്കിൽ നമുക്കും ആത്മാവിൽ നിറയേണ്ടതായിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൽ നാമും നിറയേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും, കർത്താവ് എപ്പോഴും പ്രാർത്ഥിക്കുന്നതായിട്ട്, ഏകനായിരുന്നു പ്രാർത്ഥിക്കുന്നു. അതിരാവിലെ നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ഏത് കാര്യങ്ങളും അതിന് വലിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് ആദ്യമേ തന്നെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചിട്ടാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനു മുമ്പേ കർത്താവായ യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പിതാവുമായിട്ട് സംസർഗത്തിലായിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പിതാവിനോട് ആലോചന ചോദിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഗത്സമന തോട്ടത്തിൽ ക്രൂശാരോഹണത്തിന് മുമ്പ് കർത്താവിൻ്റെ പ്രാർത്ഥനയെപ്പറ്റി അവിടെ പറയുന്നുണ്ട്. കർത്താവ് അതിദുഃഖത്തോടെ പോയി അവിടെ ഗത്സമന തോട്ടത്തിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനെപ്പറ്റി എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന്. തന്നെ മരണത്തിൽ നിന്ന്, തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് കർത്താവ് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ചു. അത് നമുക്കൊരു നല്ലൊരു മാതൃകയാണ്. നമ്മുടെ വേദനകളുടെ മധ്യേ, നമ്മുടെ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യേ നമുക്ക് കണ്ണുനീരോടുകൂടെ, ദുഃഖത്തോടും കണ്ണുനീരോടും കൂടെ അഭയയാചന കഴിക്കുവാൻ കർത്താവ് നമുക്കൊരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്തുടരുന്നവരായിത്തീരാം. പിന്നെ യേശുവിനെ നോക്കി
നമ്മൾ ക്രിസ്ത്യ ജീവിതം നയിക്കുമ്പോൾ 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. കർത്താവിനെ മറ്റുള്ളവർ ശിക്ഷിച്ചപ്പോൾ, താൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് മറ്റുള്ളവർ കർത്താവിനെ ശിക്ഷിച്ചപ്പോൾ കർത്താവ് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നമുക്കിത് നമ്മുടെ ജീവിതത്തിലും ഇത് പ്രാവർത്തികമാക്കുവാൻ തക്കണം കർത്താവ് നമ്മുടെ മുമ്പിൽ, യേശു നമ്മുടെ മുമ്പിൽ നല്ലൊരു മാതൃക അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോയി. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രയും ചെയ്തത്. കർത്താവ് പാപമൊന്നും ചെയ്തില്ല. അവനെ ശകാരിച്ചിട്ട് പകരം, എന്നിട്ടും കർത്താവിനെ ശിക്ഷിച്ചു. അവനെ ശകാരിച്ചിട്ട് അവൻ പകരം ശകാരിച്ചിട്ടില്ല. അവൻ്റെ കയ്യിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവനെ മരണത്തിന് ഏൽപ്പിച്ചു. എങ്ങനെയാണ് കർത്താവ് അതിനോട് പ്രതികരിച്ചത്? അവനെല്ലാം പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാം ഇട്ടുകൊടുക്കുകയായിരുന്നു ചെയ്തത്. അതിന് കർത്താവ് നമുക്കൊരു മാതൃക കാണിച്ചിട്ട് പോയി. നമ്മൾ കുറ്റം ചെയ്തിട്ട് അടി കൊണ്ടാൽ എന്ത് പ്രയോജനമെന്ന് അവിടെ ചോദിക്കുന്നത്. എന്നാൽ നന്മ ചെയ്തിട്ട് അടി കൊണ്ടാൽ അത് ദൈവത്തിന് പ്രസാദം. നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ചിലപ്പോൾ നമ്മളെ മറ്റുള്ളവർ കുറ്റം ആരോപിച്ചിരിക്കും. അത് കേൾക്കുമ്പോൾ നമ്മൾ അതിന് എതിർത്ത് നിൽക്കുവാൻ നോക്കും. നമ്മളത് ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞ് സമർത്ഥിക്കും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞ് എല്ലാം നന്നായി ചെയ്യുന്ന പിതാവെങ്കിൽ ഭരമേൽപ്പിക്കുകയാണ്. നാം ദൈവത്തെ അറിഞ്ഞ് നാം സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടിയാണ് നമ്മൾ കാര്യം ചെയ്തതെങ്കിൽ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവജനം പറഞ്ഞ്, കർത്താവേ, എന്നോട് പോരാടുന്നവരോട് നീ പോരാടണമേ, എന്നോട് വാദിക്കുന്നവരോട് നീ വാദിക്കണമേ. നമ്മൾ മൗനമായിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി സംസാരിക്കും. കർത്താവ് അതെല്ലാം ചന്തമായി ചെയ്തുകൊള്ളും. അതുകൊണ്ട് സകലതും നീതിയോടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇത് ഇട്ടുകൊടുക്കുക എന്നുള്ളത് കർത്താവ് ദൈവപുത്രനായ യേശു നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണ്. അത് നമ്മൾ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും. അടുത്തതായിട്ട് കർത്താവിനെ നിന്ദിച്ചിട്ടുണ്ട്. കർത്താവ് തൻ്റെ സ്വന്തം സ്ഥലത്ത് അത്ഭുത പ്രവർത്തികൾ ചെയ്തപ്പോൾ, തൻ്റെ വീര്യപ്രവർത്തികൾ ചെയ്തപ്പോൾ, അവൻ ജ്ഞാനത്തോടെയൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു, ഓ, ഇതിൽ മറിയുടെ മകനല്ലേ, ഇത് മറിയുടെ മകനല്ലേ, അതായത് അവൻ്റെ അപ്പൻ ആരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അവനെ അപമാനിക്കുകയായിരുന്നു, ഇവൻ മറിയുടെ മകനല്ലേ, ഇവൻ്റെ സഹോദരന്മാരെല്ലാം നമ്മുടെ കൂടെ ഇല്ലേ, നമുക്കറിയാവില്ലേ ഇവനെ എന്ന് പറഞ്ഞ് അപമാനിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു പ്രവാചകനും സ്വന്തം ഭവനത്തിൽ അവൻ പേര് കേട്ടവനല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. അതിൻ്റെ 6-ാം വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്, ഇത് കേട്ടിട്ട് കർത്താവ് എന്ത് ചെയ്തു? പുറത്തുള്ള ഊരുക്കളിൽ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോന്നുവെന്ന്. അവനെപ്പറ്റി അവൻ ദൈവം കൊടുത്ത ശുശ്രൂഷയാണ് ചെയ്യുന്നത്. എന്നാൽ അതിനെ മറ്റുള്ളവർ വിമർശിച്ചപ്പോൾ കർത്താവ് അതിന് മറുപടി ഒന്നും പറയുന്നില്ല. വീണ്ടും തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്ന കർത്താവിനെയാണ് നാം ഇവിടെ കാണുന്നത്. അവിടെ എഴുതി, ഹി കണ്ടിന്യൂഡ് ടീച്ചിങ്. അവൻ തുടർന്നുകൊണ്ടേയിരുന്നു, തൻ്റെ മിനിസ്ട്രി അവൻ തുടർന്നുകൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവേല ചെയ്യുന്നവരാണെങ്കിൽ നമ്മളെപ്പറ്റി മറ്റുള്ളവർക്കും പലതും പറയാൻ കാണും. എന്നാൽ എന്തെങ്കിലും അത് ശരിയായിട്ടുള്ളതാണെങ്കിൽ നമുക്കതിനെ എടുത്ത് കറക്റ്റ് ചെയ്യാം. അല്ല എങ്കിൽ നമ്മളതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഇത് കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ കാര്യത്തിൽ നമ്മുടെ യേശുവിനെ നോക്കി നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തതായിട്ട് കർത്താവിനെ ഉപദ്രവിച്ചപ്പോൾ കാൽവറി ക്രൂശിൽ വെച്ച് മറ്റുള്ളവർ കർത്താവിനെ ഉപദ്രവിച്ചു. 2 കള്ളന്മാരെ അവൻ്റെ വലത്തും ഇടത്തുമായിട്ട് ക്രൂശിച്ചു. അപ്പോൾ കർത്താവോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ അവിടെ എഴുതിയ, കർത്താവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു.
കർത്താവ് പറഞ്ഞു അവർക്ക് വേണ്ടി, തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി, തന്നെ മരണത്തിന് ഏൽപ്പിച്ചവർക്ക് വേണ്ടി, ഉപദ്രവിച്ചവർക്ക് വേണ്ടി അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ് നാം കാണുന്നത്. ഇത് നമുക്ക് കർത്താവ് വെച്ചേച്ചു പോയ ഒരു മാതൃകയാണ്. യേശുവിനെ നോക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാനാണ്. കർത്താവ് പകരം ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവ് അവരോട് ക്ഷമിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ എത്രമാത്രമുണ്ട് ക്ഷമിക്കുന്നവരാണ്. നമ്മളോട് യുദ്ധം ചെയ്യുന്നവരോട്, നമ്മളെ ശിക്ഷിക്കുന്നവരോട് നമ്മൾ ക്ഷമിക്കുവാൻ തയ്യാറുണ്ടോ? നമ്മൾ ക്ഷമയെക്കുറിച്ച് ഉപദേശിക്കുന്നവരാണോ? അതോ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമ്പോൾ നാം ക്ഷമിക്കുന്നവരായിത്തീരുന്നുണ്ടോ? ദൈവവചനം പറയുന്നത്, കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കയില്ല എന്ന്. നാം മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചില്ല എങ്കിൽ കർത്താവും നമ്മളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കയില്ല എന്ന് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്. അവിടെ കർത്താവ് തന്നെ ഒരു ഉപമ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ഏതാണ്ട് 10,000 താലന്ത് കടപ്പെട്ടിരുന്നു. 10,000 talents 10,000 താലന്ത് കടപ്പെട്ടിരുന്നു. അയാൾക്ക് കൊടുത്തു തീർക്കാൻ വകയില്ലാത്തതുകൊണ്ട് യജമാനോട് പറഞ്ഞു, യജമാനെ അങ്ങ് ക്ഷമിക്കണം, ഞാൻ പിന്നെ തീർത്തുകൊള്ളാം, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ യജമാനൻ 10,000 താലന്ത് അവന് ഇളച്ചു കൊടുത്തു. അല്ലെങ്കിൽ അവനെയും ഭാര്യയും മക്കളെയെല്ലാം പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അവന് ഇളച്ചു കൊടുത്തു 10,000 താലന്ത്. 10,000 താലന്ത് പറയുന്നത് $3.58 million എന്നാണ് കിടക്കുന്നത്. $3.58 million. എന്നാൽ ഈ മനുഷ്യൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരാൾ വെറും 1000 വെള്ളിക്കാശ് കടം വാങ്ങിച്ചത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ 1000 വെള്ളിക്കാശ് കൊടുക്കാനുള്ള ആളെ കണ്ടപ്പോൾ ഈ മനുഷ്യൻ എന്തോടുത്തു? അയാളുടെ കൊങ്ങയ്ക്ക് പിടിച്ച് വലിച്ച് അയാളെ ഉപദ്രവിച്ച് അയാളെ എന്തോടുത്തു? അയാൾ പറഞ്ഞു, ഞാൻ തീർത്തുകൊള്ളാം, എന്നോട് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചു. എന്നാൽ അയാൾക്ക് അവനോട് ക്ഷമിക്കാൻ തോന്നാതെ അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി എൻ്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. എന്നാൽ ഇത് കണ്ട് കൂട്ടുകാരെന്തോടുത്തു? യജമാനോട് പോയി പറഞ്ഞു. യജമാനോടനെ ഓടി വന്ന് പറഞ്ഞു, നിൻ്റെ 10,000 താലന്ത് ഞാൻ തരാനുള്ളത് ഞാൻ ക്ഷമിച്ചു തന്നു. പക്ഷേ എന്തുകൊണ്ട് നിനക്ക് ഈ 1000 വെള്ളിക്കാശെന്ന് പറയുന്നത് $5,800 ആണ്. മറ്റേതാണെങ്കിൽ പെട്ടികൾ വേണം അത് കൊണ്ടുപോകാൻ. എന്നാൽ ഇതാണെങ്കിൽ പോക്കറ്റിലിട്ടുകൊണ്ട് പോകാവുന്ന കറൻസിയേ ഉള്ളൂ. എന്നാൽ ഈ മനുഷ്യൻ അത് ക്ഷമിക്കാൻ വയ്യായിരുന്നു. ആ യജമാനൻ ആ മനുഷ്യനെ അവിടെ പറയുന്നത് ഇങ്ങനെയുണ്ട്, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കോളും അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. കർത്താവ് പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയുണ്ട് നാം ക്ഷമയുടെ കാര്യത്തിൽ നാം ക്ഷമിക്കുന്നവരായിത്തീരും? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം തുടങ്ങിയത് തന്നെ ക്ഷമയുടെ അടിസ്ഥാനത്തിനായിട്ട്. അതുകൊണ്ട് ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവാൻ നാം തയ്യാറാവുമ്പോൾ നാം ക്രിസ്തുവിനെ നോക്കി ഓടുന്നവരായിത്തീരുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് തൻ്റെ ക്രൂശിനരികെ മഗ്ദലക്കാരത്തി മറിയയും യേശുവിൻ്റെ അമ്മ മറിയയും യോഹന്നാനും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ യേശു എന്തു ചെയ്തു? യേശു അവിടെ മറിയയോട് പറയും, ഇതാ നിൻ്റെ മകനെന്ന് പറഞ്ഞ് യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചിട്ട് യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് യോഹന്നാൻ്റെ കരങ്ങളിൽ തൻ്റെ അമ്മയെ അവിടെ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത്. മാതാപിതാക്കളെ ബഹുമാനിക്കുക. മാതാപിതാക്കൾ അവർ പ്രായം ചെല്ലുമ്പോൾ അവരെ ബഹുമാനിക്കുക, അവരെ നോക്കുക, അവർക്ക് വേണ്ടുന്നത് നമ്മൾ ചെയ്യുക, നമ്മുടെ കടപ്പാടുകൾ നമ്മൾ നിർവഹിക്കുക. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് അടുത്തതായിട്ട് എല്ലാം നിവർത്തിച്ചു കഴിഞ്ഞുവെന്ന് കർത്താവ് ക്രൂസിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ അതും തൻ്റെ മാതാപിതാക്കളെ നാം എത്രമാത്രം ആദരിക്കുന്നുണ്ട്. അവരുടെ ഏകാന്തതയുടെ സമയത്ത് അവർ പ്രായം ചെയ്യുമ്പോൾ നാം അവരെ അവഗണിക്കാറുണ്ടോ? ഇതൊക്കെയാണ് ഇന്നത്തെ ലോകത്ത് നാം കണ്ടുവരുന്നത്. അതുപോലെ ക്ഷമയുടെ കാര്യം പറയുമ്പോഴും ഈ ലോകത്തും സഭയിലും ദൈവത്തെ അറിയാത്തവരുടെ ഇടയിലും ദൈവത്തെ അറിയുന്ന സഭയിൽ നടക്കുന്ന എല്ലാ അനീതിയും എല്ലാ മറ്റുള്ള കാര്യങ്ങളും എല്ലാം നടക്കുന്നത് നാം ക്ഷമിക്കാത്തത് മൂലമാണ്.
അതുപോലെ നാം ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ കർത്താവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം എബ്രായ ലേഖന കർത്താവ് പറയുന്നത് ആ യേശുവിനെ നോക്കി നാം ഓടുക എന്നാണ്. യേശുവിനെ നോക്കി ഓടുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്തായിട്ട് തീരുന്നത്. അപ്പോഴാണ് നാം വചനപ്രകാരം അതിനുവേണ്ടി കർത്താവ് നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കർത്താവിനെ പറ്റി, യേശുവിനെ പറ്റി പറയുന്നുണ്ട്. അത് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി ഉള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീനെന്ന്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ പറയുന്നു. അവിടെ വീണ്ടും പറയുന്നത്, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവനെ വിശ്വസ്തൻ ആകുന്നുവെന്ന്. വിശ്വസ്തനായ യേശുവിനെ, അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ എന്ന് പറയുന്നു. അവിടെ പിന്നെ ശ്രദ്ധിച്ചു നോക്കുക, കാരണം അവൻ വിശ്വസ്തനാണ്. അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക, അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവിടെ പറയും ഫിക്സ് യുവർ തോട്ട്സ് ഓൺ ജീസസ് എന്നാണ്. ശ്രദ്ധിച്ചു നോക്കുക എന്നുള്ളതിന് പറയും ഫിക്സ് യുവർ തോട്ട്സ് ഓൺ ജീസസ്. യേശുവിനെ നാം ശ്രദ്ധിച്ചു നോക്കുക, അവൻ വിശ്വസ്തനാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വിശ്വസ്തനല്ലേ? മഹാപുരുതനായ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തനല്ലേ? അവൻ വിശ്വസ്തനായതുകൊണ്ടാണ് നാം നശിച്ചു പോകാത്തത്. അവൻ വിശ്വസ്തനായത് അവൻ്റെ സ്വഭാവമാണ് വിശ്വസ്തത. ദൈവവചനത്തിൽ കർത്താവിൻ്റെ പേര് തന്നെ വിശ്വസ്തനും സത്യവാനുമെന്നാണ്. അപ്പോൾ വിശ്വസ്തനായ ദൈവം വിശ്വസ്തയോടുകൂടെ നമ്മളെ പോറ്റി പുലർത്തുമ്പോൾ നാമും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി തീരുവാൻ കർത്താവ് നമ്മളെപ്പറ്റി വിശ്വസ്തനായ ദൈവത്തെ ശ്രദ്ധിച്ചു നോക്കുവാൻ ഇവിടെ പറയുന്നു. നാം ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ നാം ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ ജീവിച്ചാൽ ദൈവം നമ്മളെ കമൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതം വിശ്വസ്തനായ ദൈവത്തെ നോക്കി വിശ്വസ്തയോടെ നമ്മുടെ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നു. അടുത്തതായിട്ട് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അതായത് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ കർത്താവായ യേശു മഹാപുരോഹിതനായി നമുക്കുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും നമ്മുടെ പ്രയാസങ്ങൾ ഭാരങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവിൻ്റെ കൃപാസനത്തിലേക്ക് മഹാപുരോഹിതനായ യേശു എന്നാണ് ഇവിടെ ദൈവപുത്രനായ യേശു മഹാപുരോഹിതനാണ്. ഏത് സമയത്തും ദൈവത്തിൻ്റെ ഒരു പുരോഹിതൻ എന്ന് പറയുമ്പോൾ നമുക്കും ദൈവത്തിന് മധ്യേ നിൽക്കുന്നവനായ യേശു മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് ഏത് സമയത്തും കർത്താവിൻ്റെ സന്നിധിയിൽ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലാം. കർത്താവാണ് 1 തീമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യത്തിൽ പറയുന്നുണ്ട്: ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത ക്രിസ്തു യേശു തന്നെ. നമ്മുടെ മധ്യസ്ഥനാണ് യേശു. നമ്മുടെ പിതാവായ ദൈവത്തോടിനും നമുക്കും മധ്യ നിൽക്കുന്നവനാണ് നമ്മുടെ കർത്താവ് തന്നെ പറയുന്നുണ്ട്. യേശു തന്നെ കർത്താവ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 14:13 ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരുമെന്ന്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പിതാവായ ദൈവത്തോടെ യേശുവിൻ്റെ നാമത്തിലാണ് നാം അപേക്ഷിക്കേണ്ടത്. അങ്ങനെ ഒരവകാശം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നാം ഈ യേശുവിനെ നോക്കി വിശ്വസ്തനായ നമ്മുടെ മഹാപുരോഹിതനായ നമ്മുടെ മധ്യസ്ഥ നിൽക്കുന്നവനായ ഈ കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോകുവാനാണ് പറയുന്നത്. അപ്പോൾ ഈ വചനത്തിൽ കൂടിയാണ് നാം അത് മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ മധ്യാഹ്ന സമയത്ത് പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവിടെ പറയുന്ന മറുരൂപ മലയിൽ വെച്ച് പിതാവാൻ ദൈവം പറയുന്നുണ്ട്: ഇവന് എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് നിങ്ങൾ ചെവി കൊടുപ്പീനെന്ന്. അതായത് ഇവൻ പറയുന്നത്, ഇവൻ പ്രവർത്തിക്കുന്നത്, ഇവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ ശ്രദ്ധിപ്പീനെന്ന്, നിങ്ങളിവന് ചെവി കൊടുപ്പീനെന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് ജയപരാജയങ്ങൾ ഉണ്ടാകാം,
നമുക്ക് ഉയർച്ച താഴ്ചകൾ നമുക്കുണ്ടാകാം. എന്നാൽ നമ്മളെ തളർത്തുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. എന്നാൽ നാം ഈ യേശുവിനെ നോക്കിയാണ് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുന്നത് എങ്കിൽ നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മളെ കരം പിടിച്ച് നടത്തി നമ്മളെത്തേണ്ട സ്ഥാനത്ത് വിശ്വാസത്തിൽ നമ്മൾ വീണുപോയാലും നമ്മളെ എഴുന്നേൽപ്പിച്ച് ആനന്ദത്തോടെ കളങ്കമില്ലാത്തവരായും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർത്തുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ കർത്താവിനെ നോക്കി ഓടാം, നമുക്ക് ഈ കർത്താവിനെ അനുകരിക്കാം. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചും, വിശ്വാസം കാത്തു. എന്തുകൊണ്ട്? യേശുവിനെ അനുകരിച്ചതുകൊണ്ട്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയതുപോലെ നിങ്ങൾ എൻ്റെ അനുകാരികളായിരിക്കുവിനെന്ന്. നമുക്ക് ക്രിസ്തുവിനെ അനുകരിക്കാം, യേശുവിനെ നമുക്ക് അനുകരിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ഓട്ടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവെ, അങ്ങയെ നോക്കി വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച യേശുവിനെ നോക്കി ഓടുവാൻ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ ആഹ്വാനം ചെയ്തല്ലോ. വളരെ നല്ല ആൾക്കാർ, മാതൃകാപരമായ ജീവിതം നയിക്കുന്നവർ ഞങ്ങളുടെ ചുറ്റുമുണ്ടായിരിക്കാം. എന്നാൽ കർത്താവെ, നിന്നെ നോക്കിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ആ സത്യം ദൈവവചനത്തിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ചതിനെ ഓർത്ത് സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.